തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏലപ്പാറ പഞ്ചായത്തിലെ പ്രധാന സർക്കാർ ആശുപത്രിയാണ് ഏലപ്പാറ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. പഞ്ചായത്തിലെ ഏറ്റവും ദൂരം കൂടിയ മേഖലയായ വാഗമണിൽ നിന്ന് ഉൾപ്പെടെ ഉൾപ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ചികിത്സ തേടി ദിവസവും എത്തുന്നത് ഇവിടെയാണ്. ഒരു ദിവസം 150 മുതൽ 200 വരെ ആളുകൾ ചികിത്സ തേടി എത്തുന്നുണ്ട് ഇവിടെ. നിലവിലെ ഇവിടുത്തെ പ്രതിസന്ധി ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നുള്ളതാണ്. 2 ഡോക്ടർമാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ സ്ഥലം മാറിപ്പോയതോടെ നിലവിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത്. കൃത്യമായ വാഹന സൗകര്യം പോലും ഇല്ലാത്ത മേഖലയിൽ ആളുകൾ രാവിലെ തന്നെ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. എന്നാൽ ഇവർക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കി മടങ്ങിപ്പോകുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. പ്രായമായവരും കുട്ടികളുമടക്കം എത്തുന്നുണ്ട്. എല്ലാവരും മണിക്കൂറുകൾ കാത്തുനിന്ന് ചികിത്സ ലഭ്യമാക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. തോട്ടം മേഖലയിൽ പണിയെടുത്ത് ഉപജീവനം കഴിയുന്ന സാധാരണക്കാരാണ് ഇവിടെയുള്ളത്. ചികിത്സയ്ക്കായി വലിയ തുക മുടക്കി മറ്റ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാകുന്നത്. ഏലപ്പാറ ഈ ബീച്ച് സെൻ്ററിൽ ദൈനംദിനം ഒരു 200 രോഗികൾക്ക് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ സ്പെഷ്യൽ ഒ പി ഉള്ളത് കാരണം കൊണ്ട് ഒരു 220 അല്ലെങ്കിൽ 230 രോഗികളെ ഈ ഓരോ ഡോക്ടർ നോക്കണം. ഒരു ഡോക്ടർ ഉണ്ടാകുന്ന ആ ഡോക്ടർ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. വേറെ ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല. നെസസറി ആയിട്ട് അത്യാവശ്യമായിട്ടും ഡോക്ടർമാരെ ഇവിടെ നിയമിച്ച് ഈ ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളാണ് ഇവിടെ കിടക്കുന്നത്. ഈ തോട്ടം തൊഴിലാളികൾക്ക് മറ്റൊരു നിവൃത്തിയില്ല. അവരെ രക്ഷിക്കാനും ഞങ്ങളുടെ സങ്കടങ്ങളെക്കുറിച്ച് പറയാനും മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റുള്ള താലൂക്ക് ആശുപത്രിയിൽ റെഫർ ചെയ്യുന്ന രോഗികളെല്ലാം ഇവിടെ നിന്ന് വന്ന മരുന്ന് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് വേണ്ടപ്പെട്ട അധികാരികൾ അത്യാവശ്യമായിട്ട് ഇടപെട്ട് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഒരു ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ടും പുതിയ ഡോക്ടറെ ഇതുവരെ നിയമിച്ചിട്ടില്ല. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും ആവശ്യമുള്ള ഡോക്ടർമാരെ നിയമിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമാക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.